എന്തായാലും വളരെയധികം സന്തോഷം. നമ്മള് ഇതൊരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി നിങ്ങളെ വിളിച്ചതല്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം വേഗം പറഞ്ഞ് പോകാൻ പറഞ്ഞത്. നമ്മള് പിന്നെ ഇതൊരു ഫോം ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഏതൊരു ടീമിന്റെ കൂടെ കൂടുകയാണോ അവിടെ എന്താണ് അവരുടെ ഒരു സ്വഭാവവും അവരുടെ ഒരു താല്പര്യവും അവരുടെ ഒരു സ്കില്ലും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ സാധാരണ പറയേണ്ട ഈ റീഡിങ്, വായിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ആ വായന രൂപപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഈ കുറച്ച് ഫ്രണ്ട്സിനെ വായിക്കുന്ന ഫ്രണ്ട്സിന്റെ കൂടെ കൂടാന്ന് പറയും. എന്ത് ചെയ്യാ, കുറച്ച് വായിക്കുന്ന ഗ്രൂപ്പുകളിൽ കൂടുക. അതേപോലെ തന്നെ ഫിസിക്കലി ഇങ്ങനെ വായിക്കുന്ന കുറച്ച് കൂട്ടുകാരെ ഉണ്ടാക്കുക. അപ്പോ ഇവരോട് എപ്പോഴും ഇവരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ടീമുകൾ എപ്പോഴും സംസാരിക്കുക വായനയെ കുറിച്ചായിരിക്കും. ഞാൻ ആ പുസ്തകം വായിച്ചു, ഞാൻ ഇന്ന പുസ്തകം വായിച്ചു. അവർ ചിലപ്പോ പിന്നെ അവരുടെ കയ്യിൽ പുസ്തകങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അലമാരയിലൊക്കെ കുറെ പുസ്തകങ്ങൾ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താകും, ഇങ്ങനെ വായിക്കുന്ന ആളുകളായിട്ട് മാറും എന്ന് പറയാറുണ്ട്. ഇതേപോലെ തന്നെ നമ്മളൊരു ട്രെയിനറായിട്ട് മാറണം എന്ന ഉദ്ദേശത്തോടു കൂടി വന്നവരാണ്. അപ്പോ നമ്മള് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. അപ്പൊ നമ്മളിങ്ങനെ മേടിച്ച് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടുന്ന പോലെയാണ്. അപ്പൊ എന്റെ വൈഫ് പിന്നെ വളരെ ഇഷ്ടപ്പെട്ട് ഡ്രൈവിംഗ് പഠിച്ച് അവസാനം എന്താണ്, പിന്നെ ലൈസൻസ് ഒക്കെ കിട്ടി, കയ്യിലെടുത്ത് വെച്ചു. പിന്നെ അത് ഓടിക്കാറില്ല. എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ നേടി അതിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന കുറെ സ്കില്ലുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതിനുശേഷം ഇത് എങ്ങനെ മുന്നോട്ട് പോകണം, എവിടെ എവിടെ പ്രസന്റ് ചെയ്യണം, ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തവരുണ്ടാകാം, ചിലപ്പോ ആ കോൺഫിഡൻസ് താഴേക്ക് പോയ ആളുകൾ ഉണ്ടാകാം. ഇതൊക്കെ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനേഴ്സ് ആയിട്ടുള്ള കുറച്ച് കൂട്ടുകാരുണ്ടാകണം, അല്ലെ? അങ്ങനെ ട്രെയിനിങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കൂട്ടുകാർ നമുക്ക് ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ഒരു എൻവിറോൺമെന്റ് നമുക്ക് രൂപപ്പെടുന്ന സമയത്ത് പല ആളുകളും ട്രെയിനിങ് നടത്തുന്നത് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാകും, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കും ഇതേപോലെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന ചിന്ത ലോകത്ത് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മളുടെ ഒരു ഫാമിലിയിൽ നിന്ന് ചില ആളുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു ഒരു കുട്ടി സിവിൽ സർവീസിന് ഒരു പിന്നെ ഇത് നേടി, പിന്നെ ഒരു സിവിൽ സർവീസിലേക്ക് ഒരു എക്സാം എഴുതി പാസ്സായിട്ട് അത് നേടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാരിലുള്ള പല കുട്ടികൾക്കും എനിക്കും പഠിക്കണം എന്ന് തോന്നും. ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങള്? അവിടെ ഒരു താല്പര്യം രൂപപ്പെടും, അല്ലെ? അതുവരെ സിവിൽ സർവീസ് എന്താണെന്ന് അറിയാത്ത കുട്ടികൾ പോലും എനിക്ക് സിവിൽ സർവീസിൽ പോകണം എന്ന് പറയും. എന്ന് പറയുന്ന പോലെ ലോകത്ത് കുറെ ട്രെയിനർമാരുണ്ട്, കുറെ നന്നായി അവതരിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നമ്മൾ അറിയുന്നവരിൽ നിന്ന് തന്നെ പലരും നന്നായിട്ട് പ്രസന്റ് ചെയ്യുകയും പലരും നന്നായിട്ട് ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ഇൻസ്പിറേഷൻ ആണ്, നമുക്കതൊരു മോട്ടിവേഷൻ ആണ്. നമുക്കും അതേപോലെ ചെയ്യണം, നമുക്കും അതേപോലെ തന്നെ മുന്നോട്ട് പോകണം എന്ന ഒരു താല്പര്യം നമുക്ക് എന്താവും, ഉണ്ടാകും. അപ്പൊ ആ ഒരു ഇന്റൻഷൻ ആണ് ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാൻ തന്നെ നമ്മൾ ഒരു പിന്നെ ഉദ്ദേശിച്ചത്. മാത്രമല്ല ഇതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് ഉള്ളത്. ഇപ്പൊ പാരന്റിങ് ട്രെയിനേഴ്സ് ഉണ്ട്, മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് ഉണ്ട്, ബിസിനസ് ട്രെയിനേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് NLP ചെയ്യണം, TA ചെയ്യണം എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ആളുകളുണ്ട്. ടീച്ചർമാർ കുറെ പേരുണ്ട്. അപ്പോ ഈ പിന്നെ ഒരേപോലെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ സബ് ക്ലബ്ബുകളൊക്കെ നമുക്ക് രൂപപ്പെടുത്താം. ഇപ്പൊ പാരന്റിങ് ട്രെയിനേഴ്സ് മാത്രമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുകയും അവരെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോ ഇതിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വലിയ സ്കോപ്പ് നമുക്ക് ഈ ഒരു ക്ലബിനുണ്ട്. അപ്പോ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം, നമ്മളെ നോളജ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവണം. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള നോളജുകൾ ഉണ്ട്, ആ നോളജുകൾ നമുക്ക് എന്ത് ചെയ്യാം, വീക്കിലിയോ അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ടൈം നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മൾ കൂടുന്നു, നമ്മുടെ നോളജുകൾ ഗെയിൻ ചെയ്യുന്നു, നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതില് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് നേടി എന്നതുകൊണ്ട് മാത്രം നമുക്ക് എന്താവാൻ കഴിയില്ല, നമുക്ക് ഒരു ട്രെയിനിങ്ങിൽ നമുക്ക് മാസ്റ്റർ ആകാൻ കഴിയില്ല, എക്സ്പെർട്ട് ആകാൻ കഴിയില്ല. നമ്മൾ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ട്രെയിനിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു MRP ഇല്ലാത്ത ഒരു സാധനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രെയിനർ ആവുക അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നതിന്റെ വില നിശ്ചയിക്കുന്നത് നമ്മളാണ്. നമ്മൾ ഇടുന്ന വിലയ്ക്ക് നമുക്ക് നമ്മളുടെ ട്രെയിനിങ്ങിനെ നമുക്ക് വിൽക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ എത്രയാണോ വില നിശ്ചയിക്കുന്നത് ആ വിലയിലേക്ക് നമ്മുടെ എക്സ്പെർട്ടൈസിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്താൽ മതി. നമ്മൾ ഒരു മണിക്കൂറിന് 10,000 രൂപ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
നമ്മുടെ എക്സ്പെർട്ടൈസിനെ നമ്മൾ 10,000 രൂപയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ, അല്ലെ, ഒരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 15ഓ 20ഓ അരമണിക്കൂറോ ആയിരിക്കും നമ്മുടെ ഇന്റർവ്യൂവിന്റെ ടൈം. ഈ ഇന്റർവ്യൂവിന്റെ ടൈമിൽ നമ്മൾ ഇന്റർവ്യൂ എടുത്തതിന് ശേഷം അവിടെ നമ്മുടെ സാലറി ചോദിക്കുന്ന സമയത്ത്, അല്ലെ, അവര് പറയുന്ന തുകയ്ക്ക് ചില സമയത്ത് നമ്മൾ സമ്മതിക്കും, ചില സമയത്ത് നമ്മൾ സമ്മതിക്കില്ല. അവര് പറയാണ് 10,000 രൂപ ഒരു മാസം തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ പറയും എനിക്കത് പോരാ, എനിക്ക് 25,000 രൂപ കിട്ടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ആ ജോലി ഏറ്റെടുക്കില്ല, അല്ലെ? അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ എക്സ്പെർട്ടൈസിനെ നമ്മൾ പിന്നെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ ചോദിക്കുന്നത് അത് തരാൻ. പിന്നെ കേരളത്തിൽ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ട്. അതില് മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ മേടിക്കുന്ന ആളുകൾ വരെയുണ്ട്. മണിക്കൂറിനാണ് ഞാൻ പറയുന്നത്, മണിക്കൂറിന് ലക്ഷങ്ങൾ മേടിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവരൊന്നും ജന്മന അങ്ങനെ ജനിച്ചു വീണപ്പോ തന്നെ ഈ ഒരു എക്സ്പെർട്ടൈസ് ഓടി വന്നവരല്ലല്ലോ. അല്ല, ഇവരുടെ ഒരു കഴിഞ്ഞ കാലം എടുത്തു നോക്കുന്ന സമയത്ത് നമ്മളൊക്കെ പോലെ തന്നെ ആയിരുന്നു ഇവരും. നമ്മളെയൊക്കെ പോലെ തന്നെയായിരുന്നു ഇവരെല്ലാവരും. ഈ ട്രെയിനേഴ്സ് ഒക്കെ നമ്മളെ പോലെ തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് എന്തുകൊണ്ടോ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകുന്നുണ്ട്, അല്ലെ? നമുക്ക് പല സ്വപ്നങ്ങളുണ്ട്. നമുക്ക് നല്ല ട്രെയിനർ ആകണം, നമുക്ക് നല്ല ടീച്ചർ ആകണം, നമുക്ക് നല്ല കോച്ച് ആകണം, പ്രസന്റർ ആകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് എവിടെയൊക്കെയോ നമുക്ക് എന്താണ് ചില തടസ്സങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമുക്ക് ഒരു സംഭവം പ്രസന്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രസന്റ് ചെയ്യൂ എന്ന വാശി നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, അല്ലെ? നിങ്ങൾ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. നമ്മളിത് ജസ്റ്റ് ഒരു 2-3 ഡേയ്സിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തതാണ്? നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മൾ പെട്ടെന്ന് കൂടിയതാണ് കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ. ഇപ്പൊ മൻസൂർ ഭായൊക്കെ സൗദിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇവിടെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, സുഹൈൽ ഉണ്ടോ? സുഹൈൽ UAE നിന്നാണ്. സോ ഇവിടെ എന്താണ്, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ നമ്മുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങളെ എല്ലാവരെയും ഞാനൊന്ന് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൂട്ടണമെങ്കിൽ എത്ര എഫേർട്ട് ഉണ്ട്? അതേ സെയിം പിന്നെ ഒരു റിസൾട്ട് തന്നെയല്ലേ നമ്മളിവിടെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെ ഇരിക്കുമ്പോൾ നമുക്ക് കുറെ, നമുക്ക് എന്താണ് എഫേർട്ട്ലെസ് ആണ്, കൺവീനിയന്റ് ആണ്, കുറെ എഫേർട്ട് ലെസ് ആയിട്ട് തന്നെ നമുക്ക് കൂടാനുള്ള സൗകര്യങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട്. ഫ്യൂച്ചർ സ്കൂളുകൾ പോലും ഒരു പക്ഷേ ഡിജിറ്റൽ ആയിട്ട് മാറുമെന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അതായത് നിലവിലുള്ള ഒരു സ്കൂൾ സംവിധാനം എന്നുള്ളത് എടുത്തു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്കൂളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ ഇപ്പൊ തന്നെ എന്താണ് സ്കൂളിലേക്ക് വിടാതെ തന്നെ സ്വന്തമായിട്ട് വീട്ടിലിരുത്തി തന്നെയുള്ള സംവിധാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അങ്ങനെയുള്ള കുറെ ഫിസിക്കലി ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതിന് പകരം നിലവിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പൊ നമ്മള് പിന്നെ വീക്കിലി നമ്മൾ ഒരു സീരീസ് നടത്തുന്നു, ഓരോരുത്തർക്കും അവസരം കൊടുക്കും. എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഓരോ അവസരങ്ങളും? ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളൊരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ്, അല്ലെ? നമ്മളൊരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത കാലെടുത്ത് വെക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുള്ളൂ. എത്ര കാലെടുത്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കോൺഫിഡൻസ് അപ്പോഴാണ് നമുക്ക് രൂപപ്പെടുക. അപ്പൊ എവിടെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ ആ ഓപ്പർച്യൂണിറ്റീസിൽ നിന്ന് നമ്മൾ എത്രത്തോളം മാറി നിൽക്കുന്നുവോ അത്രത്തോളം നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വൈകിപ്പോകും. അപ്പൊ ആയതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസിന് അത് സിമ്പിൾ ആയി കഴിഞ്ഞാലോ, ഈവൻ സെൽഫ് പ്രാക്ടീസിങ് പോലും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം പോലും എന്താണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ അന്ന് അന്ന് പറഞ്ഞിരുന്നു, ക്രിയേറ്റ് ദ ഓപ്പർച്യൂണിറ്റി, അല്ലെ, ആസ്ക് ദ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ചോദിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ആക്സെപ്റ്റ് ദ ഓപ്പർച്യൂണിറ്റി, ചില ആളുകൾ നമ്മളോട് ചോദിക്കും ഒരു ക്ലാസ് എടുക്കാൻ വരുമോ, അപ്പൊ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇങ്ങനെ തുടങ്ങി എന്താണ് ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സെൽഫായിട്ട് തന്നെ
രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്ലബ്ബ് രൂപപ്പെടുത്തുകയും അതിലേക്ക് നമ്മൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. അപ്പോ ഇതിനെ നമുക്കിപ്പോ ഒരു മാസ്റ്റർ ആകുക എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ മാസ്റ്റർ ആകണം. നമ്മൾ എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ നോളജ് ഉണ്ടാകും. പക്ഷെ ഏതെങ്കിലും ഒരു വിഷയത്തിലെങ്കിലും നിങ്ങൾ മാസ്റ്റർ ആകണം. അതാണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ സാധാരണ ഗാന്ധിജിയെ കുറിച്ച്, അല്ലെ, റിപ്പബ്ലിക് ദിനാണ്. അപ്പോ പിന്നെ ഗാന്ധിജിയെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഗാന്ധിജി എന്ന് പറയുന്നത്, അല്ലെ, നമ്മളെപ്പോഴും ഐഡന്റിറ്റി, ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്നത് ഗാന്ധിജിയെയാണ്. അതൊരു ഐഡന്റിറ്റിയാണ്. ക്രിക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരാളുണ്ടാകും. അത് സച്ചിൻ ആകാം, അതല്ലെങ്കിൽ അതേപോലെയുള്ള വ്യക്തിത്വങ്ങളാകാം. അതേപോലെ തന്നെ നമ്മൾ പിന്നെ APJ അബ്ദുൽ കലാമിനെ ഓർക്കാറുണ്ട്, സയന്റിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത്, റോക്കറ്റ് എന്ന് പറയുന്ന സമയത്ത്. ഇതേപോലെ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലെങ്കിലും നമുക്ക് എന്തുണ്ടാവണം, ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാകാം, ഒരു മാസ്റ്റർ ആകാൻ നമുക്ക് പറ്റണം. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് വെച്ചാൽ, ഒരു കാര്യം നമ്മൾ പഠിക്കും, പിന്നെ അതിനുശേഷം അടുത്തൊരു കോഴ്സ് കാണുന്ന സമയത്ത് നമ്മൾ അതിൽ പഠിക്കും, പിന്നെ അത് ചെയ്ത് അടുത്തതിലേക്ക് പോയി, അങ്ങനെ നോളേജ് ഇങ്ങനെ നമ്മൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഏതെങ്കിലും നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് മാസ്റ്റർ ആവുക എന്ന് പറയുന്നത്. മാസ്റ്റർ ആകണം നമ്മൾ. അപ്പോ ആ മാസ്റ്റർ ആകുക എന്നുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്? ഒരു സംഭവത്തിൽ നമ്മൾ മാസ്റ്റർ ആയി എന്ന് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുക? നമ്മളൊരു വിഷയത്തിൽ നമ്മൾ മാസ്റ്റർ ആയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, മാസ്റ്ററി എന്നതിന്റെ ഒരു ചെറിയ ഡെഫിനിഷൻ, മാസ്റ്ററി ഈസ് ദ എബിലിറ്റി ടു എക്സിക്യൂട്ട് എഫേർട്ട്ലെസ്ലി വിത്തൗട്ട് യൂസ് ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ളതാണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം എഫേർട്ട്ലെസ്ലി നമുക്ക് ചെയ്യാൻ പറ്റണം. ഒരു എഫേർട്ട് ഉണ്ടാകാൻ പാടില്ല. ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കുറെ എഫേർട്ട് എടുക്കാതെ എനിക്ക് സംസാരിക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് ഞാൻ അതിൽ മാസ്റ്റർ ആവുന്നത്. നിങ്ങൾക്കൊരു വിഷയത്തെ, ഒരു സബ്ജക്റ്റിനെ വളരെ സിമ്പിൾ ആയിട്ട്, അതായത് നമ്മൾ ഈ അഭിനയിക്കുന്നവരെ ജീവിക്കുക എന്ന് പറയും ചില സമയത്ത്, അല്ലെ? ഈ സിനിമകൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറയും, എന്ത് പറയും, ആ സിനിമയിൽ ആ ഒരു ആക്ടർ ജീവിക്കുകയാണെന്ന് പറയും, ആക്ട് ചെയ്യലാന്ന് പറയും. ശരിക്കും ഈ ട്രെയിനിങ് സംഭവം ശരിക്കും അതേ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ട്രെയിനിങ് എടുക്കുന്നത് അവിടെ ആക്ട് ചെയ്യലല്ല, നമ്മൾ അവിടെ ജീവിക്കലാണ്. നമ്മളെ റിയൽ ആയിട്ടുള്ള നമ്മളെ അവിടെ അവതരിപ്പിക്കലാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. ആക്ടേഴ്സ് നമുക്കറിയാം, കാലങ്ങൾ കഴിയുന്തോറും അവര് എന്താണ്, അതിൽ മാസ്റ്ററായി വരുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൽ മാസ്റ്ററായി വരണം. അപ്പൊ എഫേർട്ട്ലെസ്ലി എന്ത് ചെയ്യാൻ പറ്റണം, നമുക്കത് ചെയ്യാൻ പറ്റണം. മാത്രമല്ല, നമ്മുടെ ഒരു ബോധ മനസ്സ് പോലും അങ്ങനെ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് എന്താണ്, വിത്തൗട്ട് യൂസ് ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ്. ചിലപ്പോ ആ ഒരു സംഭവം നമുക്ക് ചെയ്യുന്നതായി പോലും തോന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വണ്ടി ഓടിക്കുന്നത് അതിനൊരു ഉദാഹരണമാണ്. ഓക്കെ, നിങ്ങൾ ആദ്യം വണ്ടി ഓടിക്കുന്ന സമയത്ത്, ആദ്യമായിട്ട് 2 വീലറോ കാറോ ആദ്യമായിട്ട് എടുത്ത സമയത്ത് എന്താണ്, നിങ്ങൾ എങ്ങനെയായിരിക്കും ഓടിച്ചിട്ടുണ്ടാവുക? വിത്ത് എഫേർട്ട് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് വല്ലാത്ത ഒരു പിന്നെ എനർജി ആവശ്യമായിരിക്കും വരും, തിങ്കിങ് ആവശ്യമായിട്ട് വരും. ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ ആലോചിക്കും, പ്ലാൻ ചെയ്യും. മാത്രമല്ല അത് ആ ഒരു പ്രവർത്തനത്തിൽ മാത്രമായിരിക്കും കോൺസെൻട്രേഷൻ. ആ സമയത്ത് വേറെ ആരോടും വർത്താനം പറയില്ല, വേറെ ഒരു ഡിസ്ട്രാക്റ്റഡ് ആവില്ല, അതിൽ മാത്രമായിരിക്കും കോൺസെൻട്രേഷൻ. എന്നാൽ നിങ്ങൾ ഒരു 6 മാസമോ 1 വർഷമോ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായി മാസ്റ്ററി എന്ന് പറയുന്നത് വിത്തൗട്ട് എന്താണ്, എബിലിറ്റി ടു എക്സിക്യൂട്ട് എഫേർട്ട്ലെസ്ലി. അവിടെ ഒരു എഫേർട്ടും ഇല്ല, വണ്ടി കയറി ഇരിക്കുക. അവിടെ പിന്നെ നമ്മൾ ആദ്യം ഓടിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് പാറ്റേൺ ആയിരിക്കും, പ്ലാൻ ആയിരിക്കും. എന്താണ്, കയറിയിരിക്കുന്നു, ബെൽറ്റ് ഇടുന്നു, വണ്ടി ഓൺ ആക്കുന്നു, പിന്നെ അതിനുശേഷം എന്താണ്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ആദ്യം ഓടിക്കുക. നിങ്ങളൊരു 6 മാസമോ അതല്ലെങ്കിൽ 1 വർഷമോ കഴിയുന്ന സമയത്ത് നിങ്ങൾ മാസ്റ്റർ ആയിട്ടുണ്ടാകും. നിങ്ങൾ ഒരു പക്ഷേ കൂടെയുള്ളവരോട് സംസാരിച്ചുകൊണ്ട് ഇതൊക്കെ അതിന്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ബെൽറ്റ് ഇട്ടിട്ടുണ്ടാകും, നിങ്ങൾ കീ ഓൺ ആക്കിയിട്ടുണ്ടാകും, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടാകും. അത് നിങ്ങളുടെ മനസ്സിൽ പോലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവില്ല, ഇങ്ങനെ ചെയ്യണമെന്ന് പോലും ഒരു പക്ഷെ നിങ്ങളുടെ തിങ്കിങ്ങിലേക്ക് പോലും നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അതാണ് മാസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് ട്രെയിനിങ് എടുക്കാൻ പറ്റും.
നിങ്ങൾ ആലോചിക്കാതെ തന്നെ അല്ലെ അതിൽ ഹ്യൂമർ സെൻസ് കൊണ്ടുവരിക, ഉദാഹരണങ്ങൾ വരിക, സ്റ്റോറികൾ വരിക, അതിന്റെ ഡെഫിനിഷനുകൾ വരിക, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എക്സ്പെർട്ടൈസ് ആവുക എന്നുള്ളത്. ഇത് എന്താണ്, കൺസിസ്റ്റന്റ് ആയിട്ട് വണ്ടി ഓടിക്കുമ്പോഴാണ് നമുക്ക് അതിൽ മാസ്റ്റർ ആകാൻ പറ്റുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ട്രെയിനിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാക്കുകൾക്കാണ് വില, അല്ലെ? നമ്മുടെ വാക്കിനാണ് വില. നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ വാക്കില്ലാതെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് കാര്യമില്ലല്ലോ. വാക്കുമ്മലാണ് അല്ലെ? നമ്മള് ഗിഫ്റ്റ് മേടിച്ചു, ഗിഫ്റ്റ് മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ മുകളിൽ നല്ല തിളങ്ങണ സിൽക്ക് സാധനമൊക്കെ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകും അല്ലെ? അപ്പൊ സിൽക്ക് സാധനം പൊതിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലൊന്നും ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പ്രധാനമാണെങ്കിൽ കൂടി നമ്മൾ പുറപ്പെടുവിക്കുന്ന വേർഡ്സ്, ഇതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സംസാരിക്കാതെ നിവൃത്തിയില്ല. നിങ്ങൾക്ക് സംസാരിക്കാതെ മാസ്റ്റർ ആകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ തന്നെ, അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഞാൻ ഒരാഴ്ചയിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഞാൻ ചെയ്തിരിക്കും. അപ്പൊ ഇതിന്റെ മാസ്റ്റർ ആകുന്നതിന്റെ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് എന്താണ്? ഒരാൾക്ക് ഒരു പഠനത്തിൽ പറയുന്നത്, ഒരാൾക്ക് ഒരു 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 സംഭവത്തില് മാസ്റ്റർ ആകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം 10,000 ഹവേഴ്സ് അതിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. 10,000 ഹവേഴ്സ്. അത് മാസ്റ്റർ ആകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയത്തിന്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ ബോക്സിങ്ങിലാണെങ്കിൽ ആ ബോക്സിങ്ങിന്റെ ഏറ്റവും ടോപ്പിലേക്ക്, ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് ഏറ്റവും ടോപ്പിലേക്ക് എത്തണമെങ്കിൽ അത്രയും സമയം അവർ അതിൽ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതേപോലെ നമ്മൾ, പക്ഷെ അതിനൊരു ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ ഇപ്പൊ കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ നമ്മൾ പഠിക്കുക, ലേൺ ചെയ്യുക എന്നതിനോടൊപ്പം തന്നെ നമ്മൾ അത് ടീച്ച് ചെയ്യുക എന്ന ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എടുക്കുന്ന എഫേർട്ടിനേക്കാൾ വളരെ കുറഞ്ഞ എഫേർട്ട് മാത്രം എടുത്ത് നമുക്ക് അതിൽ മാസ്റ്റർ ആകാൻ പറ്റും. അതായത് നമ്മൾ ലേൺ ചെയ്ത് മാത്രം പോവുകയാണെങ്കിൽ നമുക്കൊരു മാസ്റ്റർ ആകാൻ ഒരുപാട് കാലം എടുക്കും. പക്ഷേ നമ്മൾ ലേൺ ചെയ്തത് എന്താണോ അത് നമ്മൾ പറയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, അത് ആക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കുറെ കൂടി എളുപ്പത്തിൽ നമുക്ക് മാസ്റ്റർ ആകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ എല്ലാം പഠിച്ച് തീർന്ന് അതിന്റെ ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തിയിട്ട് മാത്രം നമ്മൾ ക്ലാസ് തുടങ്ങുള്ളൂ, നമ്മൾ ട്രെയിനിങ് ആരംഭിക്കുള്ളൂ, നമ്മൾ വീഡിയോ ആരംഭിക്കുള്ളൂ, നമ്മൾ വെബിനാർ എടുക്കുള്ളൂ, നമ്മൾ ഫിസിക്കൽ ക്ലാസ് എടുക്കുള്ളൂ എന്ന തീരുമാനം നിങ്ങളുടെ ഏറ്റവും വലിയ അബദ്ധമാണ്. അപ്പോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് തന്നെ ധാരാളമാണ്. അത് വെച്ചിരിക്കാനല്ല പറയുന്നത്, അത് വെച്ച് ഒരു കാരണവശാലും നിങ്ങൾ ഇരിക്കരുത്. പക്ഷേ ആക്ഷനിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ പോകണം. അപ്പൊ ആക്ഷനിലേക്ക് പോവാന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് അവസരങ്ങൾ തരാനുള്ള പരിമിതികൾ ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ മാസ്റ്റർ ആയിട്ടില്ലല്ലോ. നമ്മളെ വിളിക്കൂല. കാരണം എന്താ? നമ്മളെ വിളിക്കാൻ നമ്മൾ ആയിട്ടില്ല. എന്നെ ആരും വിളിക്കുന്നില്ല എന്നാ പറയുന്നത്. എന്നെ ആരും ക്ലാസ് എടുക്കാൻ വിളിക്കുന്നില്ലല്ലോ. അപ്പോ മറ്റുള്ളവർ വിളിക്കുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിളിക്കാനുള്ള ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വാല്യൂ കൊടുക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. നമ്മൾ അജ്മലിന്റെ ക്ലാസ്സിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അജ്മൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. വാല്യൂ കൊടുക്കുക എന്ന് പറയും അല്ലെ? വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, ഇപ്പൊ ഞാനും അജ്മലും സംസാരിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഞങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അജ്മലിന് കൊടുക്കാൻ പറ്റണം. അപ്പോഴാണ് ആ ഒരു സംസാരത്തിന് എന്തുണ്ടാവുള്ളൂ? ആ സംസാരം ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒന്നായിട്ട് മാറുള്ളൂ. വീണ്ടും അജ്മലിന് എന്നെ ബന്ധപ്പെടണമെങ്കിൽ, എനിക്ക് അജ്മലിനെ ബന്ധപ്പെടാൻ താല്പര്യം ഉണ്ടാവുന്നത് ആ സംസാരത്തിൽ ഒരു വാല്യൂ ഉണ്ടാകുമ്പോഴാണ് അല്ലെ? നിങ്ങളെ എല്ലാവരെയും ഞാൻ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾക്ക് ആർക്കും എനിക്കൊരു വാല്യൂ തരാൻ പറ്റുന്നില്ല. അതായത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിങ്ങളിലേക്ക് ഒരു വാല്യൂ പോലും, ഒരു +1 പോലും എനിക്ക് ചേർത്ത് തരാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ
പിന്നെ അടുത്ത പ്രാവശ്യം ഒരു പക്ഷേ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരാൻ സാധ്യത കുറവായിരിക്കും, അല്ലേ? അപ്പൊ വാല്യൂ കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം. അത് ട്രെയിനിങ്ങിൽ മാത്രമല്ല, കമ്മ്യൂണിക്കേഷനിലായി കഴിഞ്ഞാൽ, എവിടെ ആയി കഴിഞ്ഞാൽ, നമുക്ക് പ്രസംഗിക്കാൻ ഒരു 5 മിനിറ്റ് അവസരം കിട്ടി സ്കൂളിൽ, എല്ലാവരും പറയുന്നത് പോലെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ 5 മിനിറ്റിന് ഒരു പ്രാധാന്യമില്ല. എല്ലാവരുടെയും 5 മിനിറ്റ് നമ്മൾ അപഹരിച്ചു, അത്രേ ഉള്ളൂ. എന്നാൽ അതിൽ എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണം. അപ്പോ ഈ വാല്യൂ കൊടുക്കുന്നത് എങ്ങനെയാണ്? വാല്യൂ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? നമുക്ക് നല്ല നോളജ് ഉണ്ടാകണം. ആ നോളജ് അത് പിന്നെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റണം. അപ്പൊ നോളജ് ഗെയിൻ ചെയ്യുക എന്നുള്ളത് ട്രെയിനർമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്. നോളജ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിലനിൽക്കാൻ പറ്റില്ല. എന്നും പറയുന്ന കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നും പറയുന്ന തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒബ്വിയസ്ലി ആളുകൾക്ക് ബോറടിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം? എന്നും പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായി എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി നമ്മൾ സന്നദ്ധമാകണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തയ്യാറാകണം. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അതായത് നമ്മള് പിന്നെ ഇതിൽ പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലേണിങ്ങിന്റെ ഹൗ ടു സ്റ്റഡി എന്ന് പറയുന്നിടത്ത് സയന്റിഫിക്കലി പറയുന്ന ഒരു കാര്യമാണ്, ഒരു സാധനവും നിങ്ങൾ വായിച്ചത് കൊണ്ട് നിങ്ങളുടെ മെമ്മറിയിലേക്ക് ആ സാധനം എത്തില്ല. നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് വെറുതെ വായിച്ചു പോയത് കൊണ്ട് നിങ്ങൾക്കത് ഓർമ്മയിൽ ഉണ്ടാകില്ല. നിങ്ങൾ അങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഒരു ഇല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പുസ്തകം ഞാൻ എടുത്തു, ആ പുസ്തകം ഇങ്ങനെ വായിച്ചു ഫുള്ള് തീർത്തത് കൊണ്ട് ആ ഒരു സാധനത്തിന്റെ ഒരു മേഖലയും ഒരു പക്ഷെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അത് ചിലപ്പോൾ അടുത്ത ദിവസം മറന്നുപോകും. പക്ഷേ അത് എൻ്റെ മൈൻഡിലേക്ക് സ്ഥിരമായിട്ട് ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ച സാധനത്തെ ഞാൻ എന്ത് ചെയ്യണം? റീകോൾ ചെയ്യണം. റീകോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ രണ്ടാമത് എൻ്റെ മൈൻഡിൽ നിന്ന് എന്ത് ചെയ്യണം? എടുക്കണം. അപ്പോൾ എന്താവും? അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ സാധനത്തെ എടുക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ലോകത്ത് എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും? ഏതെങ്കിലും പുസ്തകം ഫുള്ളായിട്ട് ഓർമ്മയുണ്ടോ? ചില പുസ്തകങ്ങൾ വായിച്ചിട്ട് ചിലപ്പോ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസം കഴിഞ്ഞിട്ട് വീണ്ടും വായിക്കുമ്പോൾ പുതിയ പുസ്തകം പോലെ തന്നെ തോന്നും. ചിലപ്പോ ഓർമ്മ തന്നെ ഉണ്ടാവില്ല ഇത് വായിച്ചു കഴിഞ്ഞതാണോ അല്ലേ എന്നൊന്നും. എന്നാൽ ആ വായിച്ച പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത, നോട്ട് ചെയ്ത ഭാഗങ്ങൾ നിങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുകയോ മൈൻഡിൽ നിന്ന് രണ്ടാമത് അത് അല്ലെ ഒരു ഫോൾഡറിൽ കൊണ്ടുവെക്കുന്ന പോലെയാണ്. ആ ഫോൾഡറിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ തിരിച്ചെടുക്കണം, വീണ്ടും കൊണ്ടുവെക്കണം, വീണ്ടും തിരിച്ചെടുക്കണം. ഇങ്ങനെ ആകുമ്പോൾ മാത്രമേ, അങ്ങനെയുള്ള സാധനം മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള മറ്റു ടെക്നിക്കുകൾ, അസോസിയേറ്റ് ചെയ്ത് പഠിച്ചത്, അങ്ങനെയൊക്കെ പഠിച്ചത് മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോ ഒരു കാരണവശാലും ആസ് എ ട്രെയിനർ നമ്മൾ പറയാറുണ്ട്, റീഡിങ് സ്ട്രാറ്റജിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, വെറുതെ വായിച്ചു പോവുക എന്നതിനേക്കാൾ നോട്ട് ചെയ്ത് അല്ലെ, മൊഡ്യൂൾ പ്രിപ്പറേഷനിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞൊരു സാധനമാണ്, നിങ്ങൾ വായിക്കുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ മറ്റുള്ളവരോട് പറയണമെന്ന് തോന്നുന്ന ഭാഗം നിങ്ങളുടെ ഡയറിയിലേക്ക് നിങ്ങൾ മാറ്റിയിരിക്കണം. എന്നിട്ട് പിന്നെ ആ ഡയറി മാത്രമാണ് നിങ്ങൾ വായിക്കേണ്ടത്, അതല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് മാത്രമാണ് നിങ്ങൾ വായിക്കേണ്ടത്. അത് മാത്രം വായിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ വാല്യൂകൾ ഉണ്ടാകും. കാരണം എന്താ? നിങ്ങൾ ഓരോ പുസ്തകങ്ങളിൽ നിന്നും, നിങ്ങൾ കാണുന്ന വീഡിയോസിൽ നിന്നും വാല്യൂകൾ മാത്രം എടുത്താണ് നിങ്ങളുടെ ഡയറിയെ, നിങ്ങളുടെ നോട്ട്സിനെ നിങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? വാല്യൂ കൊടുക്കാൻ പറ്റും. വാല്യൂ കൊടുക്കുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. ഒരു പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ, അതിലൊരു വാല്യൂ നമ്മൾ കൊടുക്കുന്ന ഒരു ചാനൽ മാത്രമേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. ഒരു ഇൻസ്റ്റഗ്രാം പേജിനെ ഫോളോ ചെയ്യണമെന്ന് ഒരാൾക്ക് തോന്നണമെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു പേജിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ, ഞാനിത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വാല്യൂ കിട്ടും, ഒരു അറിവ് കിട്ടും എന്ന് ചിന്തിക്കുന്നവര് മാത്രമേ അത് ഫോളോ ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇൻസ്റ്റഗ്രാം പേജിനെ ഫോളോ ചെയ്യുക, യൂട്യൂബിനെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഓരോരുത്തരെയും പിന്തുടരുന്നതിന് തുല്യമാണ്.
നമ്മൾ എന്ന വ്യക്തിത്വത്തിന് അറിവും വാല്യൂവും ഉണ്ടെങ്കിൽ നമ്മളുടെ കൂടെ ആളുകൾ വരും, അല്ലെ? നമ്മളിപ്പോ കുറെ ആളുകളെ പിന്നാലെ പോകുന്നില്ലേ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട്? ഇതേപോലെ നമ്മുടെ പിന്നാലെ ആളുകൾ വരണ്ടേ? വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വാല്യൂ ഉണ്ടാക്കല് മാത്രം പോരാ, ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് കൊടുക്കണം. കിട്ടിയതിനെ നിങ്ങൾ എടുത്തു വെക്കരുത്. കിട്ടിയ ഒരു സാധനത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ കിട്ടി. നിങ്ങളൊരു മൊബൈൽ ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാള് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടാകും? ആ മൊബൈൽ ഫോൺ ഒരു വിലയില്ലാതാകും. ആണോ അല്ലേ? ആദ്യം മേടിക്കണ സമയത്ത് എന്താണ്? നിങ്ങൾക്ക് വലിയൊരു വിലയൊക്കെ ഉണ്ടാകും. ആദ്യം ഇങ്ങനെ പതുക്കെ കൊണ്ടുവെക്കും. അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താണ്? അതെന്താണ്? അതിനൊരു വിലയില്ല. പിന്നെ നമുക്ക് വിലയില്ല. എന്നാൽ ആ മൊബൈൽ ഫോൺ മേടിക്കാത്ത ഒരു മനുഷ്യനെ, ആ മേടിക്കാൻ പൈസ ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ നിന്നിട്ട് ആ മൊബൈലിനെ നോക്കിയിട്ട് എനിക്കെന്നാണ് ഈ മൊബൈൽ മേടിക്കാൻ പറ്റുക എന്ന് ചിന്തിക്കുന്നുണ്ടാവും, അല്ലേ? ശരിയല്ലേ? നമുക്കൊരു വിലയില്ല, പക്ഷെ ശരിയാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഈ നോളജിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമുക്ക് നോളജ് കിട്ടി, ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അപ്പൊ നിങ്ങൾക്ക് കിട്ടി. നമ്മൾ ഈ കടങ്കഥ ചോദിക്കുന്ന പോലെയാണ്. ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഇത് എന്താണ് സംഭവം, ഉത്തരം പറയുമ്പോ ഇതായിരുന്ന ഇതാർക്കറിയാത്ത സംഭവം. അപ്പോ ഈ ഒരു മെന്റാലിറ്റിയാണ് നമുക്കുള്ളത്. നമ്മളെന്ന് വെച്ചാൽ നമുക്ക് നോളജ് ഉണ്ട്, അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ് കിട്ടിയ നോളജിന് പിന്നെ നമുക്ക് വിലയില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഇത് മറ്റുള്ളവർക്കൊക്കെ എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്, കാരണം മറ്റുള്ളവർ ഇത് അറിയുന്ന കാര്യമായിരിക്കില്ലേ എന്നൊരു ചിന്തയാണ്. എന്നാൽ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നടത്തുന്ന വെബിനാറുകളിലൊന്നും ഒരു മനുഷ്യൻ ഉണ്ടാവാൻ പാടില്ലല്ലോ, അല്ലേ? നമ്മൾ നോക്കിയ എത്ര സ്ഥാപനങ്ങളാണുള്ളത്, എത്രയോ വെബിനാറുകളാണ് ഓരോ ആഴ്ചയിൽ, ഓരോ ദിവസവും 3, 4, 5 പാരന്റിങ്, അത് ഇത് എല്ലാം. എവിടെയാ ആളുകളില്ലാത്ത? ഏതെങ്കിലും വെബിനാറുകളിൽ ആളില്ലാതെ പോകുന്നുണ്ടോ? അല്ലേ? ഇപ്പോഴും ആളുകൾക്ക് നോളജ് കിട്ടാനുണ്ട്, ആളുകളെ ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഇനിയും ട്രെയിനേഴ്സിന് ആവശ്യമുണ്ട്. ഇനിയും ആളുകൾക്ക് നല്ല വാക്കുകൾ പറയുന്നവർ ആവശ്യമുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, കൊതിക്കുന്ന ഒട്ടനവധി മനുഷ്യന്മാര് ലോകത്തുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു, നമുക്ക് ഇനിയൊന്നും പറയാനില്ല എന്ന ചിന്തയേക്കാൾ അപ്പുറത്ത് നമുക്ക് ഈ സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കാനും ഈ സമൂഹത്തെ ഡെവലപ്പ് ചെയ്യാനും നമ്മളെ കൊണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിക്കണമെന്ന ഒരു ചിന്തയോടുകൂടി ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മളിൽ ഒന്നുമില്ല എന്ന ചിന്ത നമ്മൾ ഉപേക്ഷിക്കുക. നിങ്ങളൊക്കെ എത്രയോ സ്കില്ലുള്ള, എത്രയോ കോമ്പിറ്റൻസീസ് ഉള്ള, എത്രയോ നോളജ് ഉള്ള ആളുകളാണെന്ന് തിരിച്ചറിയാം. നിങ്ങളുടെ അത്ര നോളജ് ഇല്ലാത്ത എത്രയോ മനുഷ്യന്മാർ ലോകത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. അവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. പ്ലീസ് ഹെൽപ്പ് ദം, അല്ലേ? ശരിയല്ലേ? എത്ര ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നമ്മളുടെ വാക്കുകൾ കൊണ്ട് ഇഷ്ടപ്പെട്ട എത്രയോ മനുഷ്യന്മാരുണ്ട്. നല്ല ഫീഡ്ബാക്കുകൾ തന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്, അല്ലെ? നിങ്ങളുടെ നല്ല ക്ലാസ്സുകളാണ് എന്ന് പറഞ്ഞ എത്രയോ ആളുകൾ ഉണ്ടാകും, എത്രയോ കുട്ടികൾ ഉണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പിന്നെ ആ രൂപത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വെബിനാറുകൾ സംഘടിപ്പിക്കാം, നിങ്ങൾക്ക് വാട്സപ്പ് ക്ലാസ്സുകൾ എടുക്കാം, നിങ്ങൾക്ക് കോഴ്സുകൾ രൂപപ്പെടുത്താം. അത് ഫ്രീ ആയിട്ടും അല്ലാതെയും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കൊടുക്കണം. അതിനുള്ള എന്താണ് ഒരു ലെവലിലേക്ക് നിങ്ങൾ വരിക. ക്ലാസ്സുകൾ എടുക്കാൻ എവിടെയെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഏറ്റെടുക്കുക, അത് നിർവഹിക്കുക. അതേപോലെ തന്നെ മറ്റു പിന്നെ സംവിധാനങ്ങളൊക്കെ, എത്രയോ സംവിധാനങ്ങൾ, ഡിജിറ്റൽ സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മളുടെ നോളജിനെ പിടിച്ചു വെക്കാതെ, നമ്മുടെ സ്കില്ലിനെ പിടിച്ചു വെക്കാതെ, ഒരു നിലക്ക് നോക്കുകയാണെങ്കിൽ അതൊരു അനീതിയാണ്, അല്ലെ? നമുക്ക് കിട്ടിയ ഒരു സാധനത്തെ നമ്മൾ കൊടുക്കാണ്ട് പിടിച്ചു വെക്കുകയാണ്. അതൊരു നീതികേടാണ്. നമ്മൾ കഴിവില്ല എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ വീട്ടിലിരിക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും ട്രെയിനർമാരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? വളരെ സജീവമായി തന്നെ ട്രെയിനിങ് രംഗത്ത് ഉണ്ടാകണം. മറ്റുള്ളവർക്ക് നോളജ് പറഞ്ഞു കൊടുക്കുന്നിടത്ത് ഉണ്ടാകണം.
മാസ്റ്റർ ആകണം. അപ്പൊ അതിനുവേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടണം. പിന്നെ തിങ്കളാഴ്ചകളിലാണ് നമ്മൾ വെബിനാറുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ആ വെബിനാറുകളിലേക്ക് കുറച്ച് പേരൊക്കെ നമുക്ക് പേര് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ തിങ്കളാഴ്ചയാണ്. എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് പിന്നെ നമ്മുടെ വെബിനാറിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നറിയാം. എന്നാലും പങ്കെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലബ് അംഗങ്ങളാണ് ക്ലാസ്സുകൾ എടുക്കുന്നതെന്ന് അറിയാം. അപ്പൊ അവരെന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ, ഒരു പ്രസൻസ് അല്ലെ. ആ രീതിയിൽ എന്ത് ചെയ്യുക, എല്ലാ തിങ്കളാഴ്ചയും വരണമെന്നല്ല ഞാൻ പറഞ്ഞത്, കഴിയാവുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഫാമിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കറിയുന്ന കഴിവ്, പിന്നെ നോളജുകൾ നമ്മുടെ ക്ലബിലെ അംഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യാൻ വേണ്ടി സന്നദ്ധമാവുക. അപ്പൊ നമുക്ക് കുറെ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നോളജുകളൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ക്ലബിന്റെ മീറ്റിങ്ങുകൾ ഇനിയും ഉണ്ടാകും. ഞാൻ വെള്ളിയാഴ്ചകളിൽ കൂടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൂടാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് ഞാൻ എന്തായാലും അറിയിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അതേപോലെ തന്നെ നമുക്കറിയാം, നാളെ മുതൽ നമ്മുടെ ക്ലബിലുള്ള നിസാവ്, സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നിസാവിന്റെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. ഇതേപോലെ എന്ത് ചെയ്യാം, അതൊക്കെ എന്താണ് നമ്മുടെ ഒരു പ്രാക്ടീസിന്റെ ഭാഗമാണ്. അപ്പോ നിസാവ് ഒരാഴ്ച ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിസാവിനെ കൂടുതൽ ആളുകൾ, അവർക്ക് ഓൾറെഡി ആ ഒരു നോളജ് ഉള്ളതാണ്. അപ്പൊ അത് എന്താണ്, കൂടുതൽ ആളുകളിലേക്ക് അറിയാൻ, നിസാവിനെ അറിയാൻ, അതൊരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഭാഗമാണ് അല്ലെ. പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ എടുത്തതാണ്. ട്രെയിനിങ് മേഖലയിൽ ബ്രാൻഡ് എന്ന് പറയുന്നത്, ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരുമാണ് പ്രൊഡക്റ്റ്. നമ്മുടെ കയ്യിൽ വേറെ പ്രൊഡക്റ്റ് ഒന്നും ഇല്ല. നമ്മുടെ കയ്യിൽ എന്താണ്, വേറെ മൊബൈലോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും വിൽക്കാൻ പോകുന്നില്ലല്ലോ. ട്രെയിനർമാരെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡ് ആരാണ്, പ്രൊഡക്റ്റ് ആരാണ്, നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അപ്പൊ നമ്മളെ ബ്രാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്, നമ്മളെ മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുക, മറ്റുള്ളവരിലേക്ക് അറിയുക, നമ്മളുടെ പേര് അറിയുക, നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് അറിയുക, നമ്മളൊരു ട്രെയിനർ ആണെന്ന് അറിയുക. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഇതിനെല്ലാം ഇനി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാതിരിക്കുക. അതായത് എല്ലാം ഒഴിഞ്ഞിട്ട് എനിക്കൊരു സമയം കിട്ടും, അപ്പൊ ഇപ്പൊ എനിക്ക് ജോലിയുണ്ട്, ഇപ്പൊ എനിക്ക് പിന്നെ വീട്ടില് വർക്ക് ഉണ്ട്, അവിടെ പണിയുണ്ട്, ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഒഴിഞ്ഞിട്ടൊരു സമയം കിട്ടും, ഇതെല്ലാം ചെയ്യാം എന്ന് കാത്തിരിക്കാതെ എന്ത് ചെയ്യുക, ഉള്ള സമയത്ത്. ഇപ്പൊ നിങ്ങൾ ഇതിലൊക്കെ ജോയിൻ ചെയ്തത് സമയം ഉണ്ടായിട്ടാണോ അല്ലെ? നിങ്ങൾ ഒരുപാട് തിരക്കുകൾക്കിടയിൽ, ഇപ്പൊ ബാബു സാറൊക്കെ പറഞ്ഞു ഞാൻ ഓടി വന്നതാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല തിരക്കുണ്ട് എന്നറിയാം. പക്ഷെ അത് ഞാൻ വിളിച്ച സമയത്ത് ഒരു പക്ഷെ നമ്മുടെ പിന്നെ നമ്മളോടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും ഓടി വന്നു അല്ലെ. അപ്പോ എല്ലാവരും എന്താണ്, നമ്മളൊരു സമയം ഉണ്ടാക്കി അതിൽ ഒരു അരമണിക്കൂറല്ലേ അല്ലെങ്കിൽ ഒരു മണിക്കൂറല്ലേ, അപ്പൊ എന്തായാലും അതിലേക്ക് വരാം എന്ന ഉദ്ദേശത്തോടു കൂടി എന്താണ് എല്ലാവരും വന്നു. ഇതേപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല തിരക്കുണ്ടാവും, നിങ്ങൾ ട്രാവലിംഗ് ചെയ്യുന്നവരായിരിക്കും, നിങ്ങൾ ടീച്ചർ ആയിരിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു കരിയറിന് വേണ്ടിയിട്ട്, നമ്മുടെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി, നമ്മുടെ ഒരു ഡ്രീമിന് വേണ്ടി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ചെറിയ സമയം നമ്മൾ മാറ്റിവെച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഓക്കെ ഓക്കെ, എന്തായിരുന്നാലും സന്തോഷം, നിങ്ങൾ എല്ലാവരും എത്തിയതിൽ സന്തോഷം. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവസാനിപ്പിക്കാം. ഏകദേശം നമ്മുടെ 7:48 ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇടയ്ക്ക് കൂടണം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം, ഞാനിവിടെ പങ്കുവെച്ച ആശയങ്ങളോട് നിങ്ങൾക്ക് യോജിച്ചും വിയോജിച്ചും ഒക്കെ പറയാം. സാറ് പറഞ്ഞൊന്നും ശരിയല്ല, അങ്ങനെ ഒന്നല്ല, അതൊക്കെ പറയാം. നിങ്ങൾക്ക് അവസരമുണ്ട്, എല്ലാ അവകാശങ്ങളും നിങ്ങൾക്ക് ചാർത്തി തരാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സാറിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അപ്പൊ സാർ സൗകര്യപ്പെടുന്ന സമയത്ത് ഇതുപോലെ ഒരു സൂം ലിങ്ക് ഇട്ടിട്ട് പറയാ, ഇന്ന ദിവസം ഉണ്ട് എന്ന് പറയാം. നമ്മളെല്ലാവരും തന്നെ ഇതിന് തൽപരരാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തന്നെ പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം, ചർച്ചകൾ വേണം എന്ന് ഒരഭിപ്രായം ഇവിടെ പറയുകയാണ്. മറിച്ചൊരു അഭിപ്രായം മറ്റാരിൽ നിന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
കൂടണം. അതുപോലെ ഒരു കോഴ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ കോഴ്സ് കഴിഞ്ഞപ്പോ കഴിയുമ്പോ ഒരു വിഷമാണ്, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ എന്ന്. പക്ഷെ ഇപ്പൊ ശരിക്കും ഒരു ഫാമിലി പോലെ എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോ ഭയങ്കര ആശ്വാസമാണ്. ഇടയ്ക്ക് കൂടണം ഇതുപോലെ. കാരണം നമുക്കൊരു സാറ് പറഞ്ഞതുപോലെ നമ്മളൊരു വേദിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഇപ്പൊ ഈ ഡിജിറ്റൽ യുഗത്തിലില്ല. അപ്പൊ ഈ സംവിധാനങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് വിംബിൾ അക്കാഡമിയിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഓക്കെ ഓക്കെ ഷഫീദയുടെ നെറ്റ് കട്ടാവുന്നുണ്ട്. ബാക്കി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇൻട്രൊഡക്ഷൻ എന്താ ചോദിച്ചിരുന്നു, അപ്പൊ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും അൽഹംദുലില്ലാ നല്ല ക്ലാസ് ആണ് ഇത്. കാരണം ഈ ഒരു സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ജോലിയുടെ തിരക്കായത് കൊണ്ട് ഈ ഒരു ഇത് ക്ലാസ് വിട്ടാ പിന്നെ ഈ ഒരു ഫീൽഡ് വിട്ട മാതിരിയാണ്. മറ്റേത് എന്തെങ്കിലും ഈ ക്ലാസ് ഉണ്ടാവുമ്പോ എന്തായാലും തിങ്കളാഴ്ച അല്ലാണ്ടെങ്കിൽ ആ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മള് ഒരു ഫ്രീ ആക്കി വെക്കും. ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ എന്ന് രാവിലെ തന്നെ മോർണിംഗിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോ അപ്പൊ ഇന്നത്തെ ഡ്യൂട്ടി ഒന്ന് ഷെഡ്യൂൾ ചെയ്തിടും. അതിൽ ജോയിൻ ചെയ്യണം എന്ന് വിചാരിച്ചു കണ്ട്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ വേറെയും കുറച്ച് മിങ്കിൾ ആയതുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങളാണ്. കാരണം ഇന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം ഉണ്ടാവില്ല സത്യം പറഞ്ഞാല്. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഇപ്പൊ ഓരോരുത്തർ ക്ലാസ് എടുക്കുന്നത് അതിലും പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ രണ്ട് ക്ലാസ് പങ്കെടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ പിന്നെ ഒരു അർജന്റ് പരിപാടി ഉണ്ടായതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് തന്നെ, ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോയില് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലാണ്ടെങ്കിൽ ഇതിൽ വിട്ടുപോകുന്ന ഒരു പേടിയുണ്ട്. അതെ 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 തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സുഹൈൽ. സുഹൈൽ യുഎഇയിൽ നിന്നാണ്. ഓക്കെ, വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? സർ, ഇതുപോലുള്ള ക്ലാസ്സുകൾ കിട്ടുമ്പോൾ നേരത്തെ സോയിൽ പറഞ്ഞ പോലെ നമുക്ക് നല്ലതാണ്. കാരണം ഞാനിപ്പോ എനിക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ കുറെ ക്ലാസ്സുകൾ എടുത്തു, +1 +2 കുട്ടികൾക്ക് എടുത്തു. അതിന്റെ ഇടയിൽ 10ാം ക്ലാസ്സിൽ ഇപ്പോ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ കുട്ടികൾക്ക് എടുത്തു. അപ്പൊ അവർക്കൊക്കെ കുറെ കുട്ടികൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഇതില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ കുറെ മാറ്റം വന്നൊക്കെ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. നല്ല ക്ലാസ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു റസിയ മാം. ഓക്കെ, സോ എനിവൺ ആരെങ്കിലും ഇനി സംസാരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് കൂടാം. അപ്പൊ ഞാൻ അറിയിക്കും, നോട്ടിഫിക്കേഷൻ ഇടും, നമ്മുടെ ഗ്രൂപ്പിൽ നോട്ടിഫിക്കേഷൻസ് ഇടും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് ഒരു ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു എവരി വൺ. ബൈ ബൈ. Okay, sir. Thank you. Thank you very much.